യഹൂദർ സാമ്പത്തികമായി അത്ര മുന്നോട്ടല്ലായിരുന്നപ്പോൾ പോലാണെങ്കിലും ഇനിയും സാമ്പത്തികമായി വിജയം കൈവരിച്ചിരുന്നപ്പോഴാണെങ്കിലും അവരെ അനേകർ വെറുത്തു. അവർ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് താമസിക്കുമ്പോഴായിരുന്നെങ്കിലോ അല്ലെങ്കിൽ സമൂഹത്തിലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുവാൻ നോക്കിയപ്പോൾ ആണെങ്കിലും അവരെ അനേകർ വെറുത്തു. അവർ ഈ ലോകത്തിൻ്റെ ജനസംഖ്യയിലെ ഒരു ചെറിയ ഫ്രാക്ഷൻ മാത്രമാണ്. എന്നാൽ ഹോളോകോസ്റ്റിൽ അവരിൽ 1/3 ഇല്ലായ്മ ചെയ്തു. ഇന്നും യഹൂദർ ആക്രമിക്കപ്പെടുന്നതിനുള്ള കാരണം അവർ യഹൂദരായതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് യഹൂദരോടുള്ള ഈ വെറുപ്പ് മാറിപ്പോകാത്തത്? എന്തുകൊണ്ടാണ് അനേകർ യഹൂദരെ വെറുക്കുന്നത്? എന്തുകൊണ്ടാണ് ആൻറ്റി സെമിറ്റിസം, യഹൂദരോടുള്ള ഈ വെറുപ്പ് നിന്നു പോകാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്? ഹലോ, ഐ എം ജോർജി മാത്യു അലക്സിയോസ് ആൻഡ് വെൽക്കം ടു പോയിന്റ് ടു ഇറ്റേണിറ്റി. ചരിത്രത്തിൻ്റെ ആദ്യത്തെ പേജുകൾ മുതൽ ഇന്നത്തെ ആധുനിക ഹെഡ്ലൈൻസ് എടുത്താൽ തന്നെ ആ ഒരു പാറ്റേൺ നമുക്ക് കാണാം. യഹൂദരെ അന്നത്തെ മിസ്രൈമിൽ, അതായത് ഈജിപ്തിൽ അവരെ അടിമപ്പണി ചെയ്യിപ്പിച്ചു. എന്നിട്ട് മിഡീവൽ യൂറോപ്പിൽ അവരെ പീഡിപ്പിച്ചു. ഹോളോകോസ്റ്റിൽ 1/3 ഇല്ലായ്മ ചെയ്തു. അത് ഇന്നും നിന്നിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ഒരു ഹാനുക്ക ഗ്യാതറിങ്ങിൽ ഭീകരർ ആളുകളുടെ നേരെ വെടിവെച്ചു, പലരെയും കൊന്നു. എന്തുകൊണ്ടാണ്? അവർ യഹൂദരായതുകൊണ്ട്. ഒക്ടോബർ 7 2023 മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആൻറ്റിസെമിറ്റിക് ആക്രമണങ്ങൾ, അതായത് യഹൂദർക്കെതിരെയുള്ള ആക്രമണങ്ങൾ 10 മടങ്ങ് ഈ ലോകത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. അത് യൂറോപ്പ്, ഓസ്ട്രേലിയ, അമേരിക്ക എവിടെയായിരുന്നാലും നമ്മുടെ നാട്ടിൽ പോലും അപ്രകാരമുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ആൻറ്റിസെമിറ്റിസത്തിൻ്റെ ഈ പിമ്പിലുള്ള കാരണം? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, യഹൂദർ മാത്രമല്ല വെറുപ്പിന് ഇരയായിട്ടുള്ളത്. റേസിസവും സിനോഫോബിയയും പ്രജുഡിസും, അതായത് ചില പ്രത്യേക വർഗ്ഗക്കാരോടുള്ള ആ ഒരു വെറുപ്പും അവരെ ഇല്ലായ്മ ചെയ്യുന്നതുമൊക്കെ ചരിത്രത്തിലുടനീളം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ അർമീനിയൻ ജെനോസൈഡ്, കംബോഡിയ, റുവാണ്ട, മാവോയുടെ കൾച്ചറൽ റെവല്യൂഷൻ, സോവിയറ്റ് യൂണിയൻ അനേകരെ കൊന്നത്, ഇപ്രകാരം ഈ ലിസ്റ്റ് ഇങ്ങനെ മുന്നോട്ട് പോകും. സാഹചര്യങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ സമൂഹങ്ങൾ എപ്പോഴും നോക്കുന്നത് ചില സ്കേപ്പ് ഗോട്ടുകളെ, അതായത് ആരുടെ മേലെങ്കിലും പഴി ചാരാൻ പറ്റുമോ അവരെ ആയിരിക്കും ഒരു ഇരയായിട്ട് കാണുന്നത്. മൈനോറിറ്റികൾ, ഇമിഗ്രൻസ്, പിന്നെ മതപരമായിട്ടുള്ള ചില ഗ്രൂപ്പുകൾ, ഇവരായിരിക്കും ഈസി ആയിട്ടുള്ള രീതിയിൽ ഇരയായി മാറുന്നത്. ചില സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് ഇത് എസ് വേഴ്സസ് ദം, അതായത് ഞങ്ങൾ വേഴ്സസ് മറ്റുള്ളവർ എന്ന ഒരു ചിന്ത. അതിൻ്റെ കാരണം തന്നെ ട്രൈബലായിട്ടുള്ള രീതിയിൽ, അതായത് ആദിവാസി ആ ഒരു സെറ്റപ്പിൽ നിലനിന്ന് പോകുവാനായിട്ടുള്ള ആ ഒരു മനോഭാവത്തിൽ നിന്നാണ് ആ ഒരു ചിന്ത വരുന്നത്. ആദിമ മനുഷ്യർ തന്നെ ഇപ്രകാരം ക്ലോസ് നിറ്റായി, വളരെ ക്ലോസ് ആയിട്ടുള്ള രീതിയിൽ ജീവിച്ച ഒരു സമൂഹങ്ങളായതുകൊണ്ടും അവർ പുറത്തു നിന്നുള്ളവരെ, ഔട്ട്സൈഡേഴ്സ്, പുറത്തു നിന്നുള്ളവരെ ഭീഷണിയായിട്ടുള്ള രീതിയിലാണ് കണ്ടിരുന്നത്. പക്ഷേ എന്നാൽ തന്നെ ആൻറ്റിസെമിറ്റിസം വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പണ്ട് തൊട്ട് ഇന്നുവരെയും നമ്മൾ കണ്ടുവരികയാണ്. ലോകത്തിൻ്റെ ജനസംഖ്യയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണെങ്കിൽ കൂടി യഹൂദരെ അനേക രാജ്യങ്ങളിൽ നിന്ന് പുറത്താക്കി, അവരെ കൂട്ടക്കൊല ചെയ്തു. പിന്നെ അവർ എവിടെയെല്ലാമാണോ ജീവിച്ചത് അവർക്കെതിരെ ഡിസ്ക്രിമിനേഷൻ, അവരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ മറ്റുള്ളവർ കാണുകയും ഉപദ്രവിക്കുകയും ഇല്ലായ്മ ചെയ്യുന്ന കാര്യം, അത് നമ്മൾ നൂറ്റാണ്ടുകൾ എക്രോസ് ആയിട്ട് നോക്കിയാലും പല കൾച്ചേഴ്സ് എടുത്താലും ഈ ഒരു കാര്യം നമുക്ക് കാണാം. അപ്പോൾ എന്തുകൊണ്ടാണ് അവരെ ഒരു ടാർഗറ്റായി, ഒരു ഇരയായിട്ട് കാണുന്നത്? ഒരു കാര്യം സിമ്പിളായിട്ട് നമ്മുടെ മനസ്സിൽ വെക്കേണ്ടത്, ആൻറ്റിസെമിറ്റിസം യുക്തിപരമായിട്ടുള്ള ഒരു കാര്യമേ അല്ല. അതിനൊരു സിംഗിളായിട്ടുള്ള യുക്തിപരമായിട്ടുള്ളൊരു കാരണമില്ല. യഹൂദർ സാമ്പത്തികമായിട്ട് പൂവറായിരുന്നപ്പോൾ പോലും അവരെ വെറുത്തു. അവർ ധനികരായിരുന്നപ്പോഴാണെങ്കിലും അവരെ വെറുത്തു. അവർ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് താമസിച്ചപ്പോഴാണെങ്കിലും സമൂഹത്തിൽ മിക്സ് ചെയ്ത് ജീവിക്കാം എന്ന് വെച്ച് അവർ ഇറങ്ങിയെങ്കിലും അപ്പോഴെല്ലാം അവരെ വെറുത്തു. കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അവരെ ഒരേ സമയം അവരെ കുറ്റപ്പെടുത്തി. ആൻറ്റിസെമിറ്റിസം, അതായത് യഹൂദരോടുള്ള വെറുപ്പ് മുന്നോട്ട് പോകുന്നത് വസ്തുതയുടെ അടിസ്ഥാനത്തിലല്ല, പകരം ഭയം, അസൂയ, പിന്നെ സ്കേപ്പ് ഗോട്ടിങ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ചിലരുടെ മേൽ കുറ്റം ആരോപിക്കണം, കാരണം അവരാണ് പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും കാരണം. ഇതിൻ്റെ മേലെല്ലാമാണ് ആൻറ്റിസെമിറ്റിസം വർദ്ധിക്കുന്നത്. ആൻഡ് അതിൻ്റെ ഒരു യഥാർത്ഥ കാരണം യഹൂദ ഡിസ്റ്റിങ്റ്റീവ്നെസ്, യഹൂദർ എന്നുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ജാതി അങ്ങനെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ കാരണം. ടോറയുടെ ആ ഒരു സമയം മുതൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ദൈവം യഹൂദരോട് കൽപ്പിച്ചിരുന്നു, ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി, ഒരു വ്യക്തിത്വം, ഒരു ജാതിയായി അവർ നിലനിൽക്കണം. ഇത് അവരുടെ ദൈനംദിന ജീവിതത്തെ ഷെയ്പ്പ് ചെയ്തു. അത് ഭക്ഷണ രീതികൾ, പിന്നെ യുണീക്കായിട്ടുള്ള ചില ഉത്സവങ്ങൾ, പാസോവർ, യോം കിപ്പൂർ, അങ്ങനെയൊക്കെയുള്ള ഉത്സവങ്ങൾ, പിന്നെ അവരുടെ വേഷവിധാനങ്ങൾ, അവരുടെ ആചാരങ്ങൾ, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഒരു സ്ട്രോങ് കമ്മ്യൂണിറ്റി, ഒരു സമൂഹം തന്നെ അങ്ങനെയായിട്ടുള്ള രീതിയിലാണ് അവർ ജീവിച്ചു വന്നത്. അതിൻ്റെ കൂടെ കിട്ടിയതാണ് സ്ട്രോങ് ആയിട്ടുള്ളൊരു റെസിലിയൻസ്, അതായത് ഏതൊരു പ്രതിസന്ധിയെ മറികടക്കാനായിട്ടുള്ള ഒരു ഗ്രിറ്റ്, ആ ഒരു മനോഭാവം. അപ്പം ഇതും കൊണ്ടെല്ലാം
യഹൂദർ അല്പം വ്യത്യസ്തരായിട്ടുള്ള രീതിയിൽ സമൂഹത്തിൽ മറ്റുള്ളവരവരെ കണ്ടു തുടങ്ങി. ഇപ്പോൾ ബാബിലോണും റോം സാമ്രാജ്യമെല്ലാം ഇവരെ കുറച്ച് നാളത്തേക്കുള്ള രീതിയിൽ കീഴടക്കിയപ്പോൾ പോലും യഹൂദരോട് ആവശ്യപ്പെട്ടു മറ്റ് പറഞ്ഞ ഒരു സാമ്രാജ്യങ്ങളുള്ളവരെ പോലെ തന്നെ ഇവരും ആയിത്തീരണമെന്ന്. പക്ഷേ യഹൂദർ അവർ വിശ്വാസം വിട്ട് അവർ യാതൊരു വിധത്തിലും അങ്ങോട്ട് കോംപ്രമൈസ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അത് അഹങ്കാരമായി മറുതലിപ്പായിട്ടുള്ള രീതിയിൽ മറ്റുള്ളവർ കണ്ടു. പിന്നെ അങ്ങനെ സമയം പോയപ്പോൾ ഈ ഒരു ചിന്ത സംശയത്തിലേക്ക് വഴിയൊരുക്കി. പിന്നെ സ്റ്റീരിയോ ടൈപ്പിങ്ങും പിന്നെ ഞാൻ പറഞ്ഞ പോലെ സ്കേപ്പ് ഗോട്ടിങ്, എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഈ യഹൂദർ കാരണമാണെന്നുള്ള പ്രകാരമുള്ളൊരു പഴിചാരലും പിന്നെ ചില കോൺസ്പിറസി തിയറീസ്, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് യഹൂദരോടുള്ള വെറുപ്പ് ഇങ്ങനെ ഫ്യൂൽ ചെയ്ത് വന്നത്. അതിൻ്റെ കൂടെ നമ്മൾ കാണേണ്ടതാണ് ആൻറ്റിസെമിറ്റിസം എന്ന് പറഞ്ഞൊരു കാര്യത്തെ പൂർണ്ണമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു പങ്കൂടെ ഉണ്ട് അതിനകത്ത്. ക്രിസ്ത്യാനിറ്റി നമ്മൾ മനസ്സിലാക്കണം ഒരു യഹൂദ സബ് മൂവ്മെൻ്റായിട്ടുള്ള രീതിയിൽ തുടങ്ങിയതാണ്. യേശു തന്നെ യഹൂദനായിരുന്നല്ലോ. ആദിമ സഭ ഒരു 1-ാം നൂറ്റാണ്ട് അതുകൊണ്ട് കഴിഞ്ഞ് അങ്ങോട്ട് വന്നപ്പോൾ 2-ാം നൂറ്റാണ്ടിൻ്റെ ആ സമയം തൊട്ട് ചില തെറ്റായിട്ടുള്ള തിയോളജികൾ, ചില തെറ്റായിട്ടുള്ള വേദശാസ്ത്രങ്ങൾ രൂപീകരിക്കപ്പെട്ട് അതിൽ നിന്ന് അങ്ങനെയുള്ളവർ പഠിപ്പിച്ചത് ഈ സുവിശേഷങ്ങളിൽ യഹൂദ മത നേതാക്കളാണ് യേശുവിൻ്റെ മരണത്തിന് പിമ്പിലുള്ള കാരണക്കാർ എന്ന വിധത്തിൽ യഹൂദരെ പിക്ചർ ചെയ്തു. ഇപ്രകാരമുള്ളൊരു കളക്റ്റീവ് ഗിൽറ്റ്, യഹൂദരാണ് യേശുവിൻ്റെ മരണത്തിന് ഉത്തരവാദികൾ എന്നുള്ള ഒരു ചിന്ത അവരെ അങ്ങനെ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. ക്രിസ്ത്യാനിറ്റിയെ തന്നെ ഫ്രെയിം ചെയ്ത് യഹൂദ മതത്തിന് പകരമായി വന്ന മതം, അങ്ങനെ തന്നെയാണ് അതിനെ പിക്ചർ ചെയ്തത്. യഹൂദരെ അവരെ പിക്ചർ ചെയ്തത് അവർ ആത്മീകമായിട്ട് ദൈവത്താൽ തള്ളപ്പെട്ടവരാണ്, ഇനി യഹൂദരെ ദൈവം തള്ളിക്കളഞ്ഞു എന്ന വിധത്തിൽ അന്നത്തെ ആ സഭ തന്നെ അവരെ പിക്ചർ ചെയ്തു. ഈ ഒരു വേദശാസ്ത്രം നിമിത്തമാണ് ഗെറ്റോസും പിന്നെ നിർബന്ധിതമായിട്ടുള്ള പരിവർത്തനവും, അതായത് മതപരിവർത്തനവും പിന്നെ പ്രത്യേകമായിട്ടുള്ള ചില വേഷവിധാനങ്ങളൊക്കെ യഹൂദരിടണം എന്നുള്ള നിർബന്ധവും പിന്നെ അങ്ങനെ മിഡീവൽ യൂറോപ്പിൽ നൂറ്റാണ്ടുകളായി യഹൂദരെ പീഡിപ്പിക്കുന്നതിൻ്റെ എല്ലാം പിമ്പിൽ പ്രവർത്തിച്ചത്. ഇതെല്ലാം ഞാൻ റീപ്ലേസ്മെൻറ്റ് തിയോളജി എന്ന് പറയുന്ന ആ ഒരു സന്ദേശത്തിൽ ഞാൻ ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഏതായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ എല്ലാം എക്കണോമിക്കായിട്ടുള്ള റിസൻമെൻറ്റ്, സാമ്പത്തികമായിട്ടുള്ള ചില ഫീലിങ്സൂടൊക്കെ പ്ലേ ചെയ്തിട്ടുണ്ട്. മിഡീവൽ യൂറോപ്പിൽ യഹൂദർക്ക് വസ്തു ഉടമസ്ഥാവകാശം വെക്കാനോ അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ രൂപീകരിക്കാനോ അല്ലെങ്കിൽ ചില പ്രൊഫഷൻ, ചില ജോലികളിലേക്ക് അവർ പ്രവേശനം തന്നെ ഇല്ലായിരുന്നു. അവരെ സമൂഹം തള്ളി മണി ലെൻഡിങ്, അതായത് പൈസ കടം കൊടുക്കുക വാങ്ങുക എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലേക്ക് അവരെ അങ്ങ് തള്ളി നീക്കി. കാരണം അതൊന്നും ക്രിസ്ത്യാനികൾ അന്ന് ചെയ്യത്തില്ലായിരുന്നു. എന്നിട്ടും പല യഹൂദന്മാർ പോയ ഫീൽഡിൽ അവർ വിജയിച്ചു. അവർ വലിയ ഫൈനാൻഷ്യൽ നെറ്റ്വർക്കുകൾ യൂറോപ്പിൽ അക്രോസ് ആയിട്ടുള്ള രീതിയിൽ അവർ പണിതെടുത്തു. പലരും കോട്ട് ബാങ്കേഴ്സും പിന്നെ രാജാക്കന്മാർക്കും സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തിൽ നിൽക്കുന്ന, സാമ്പത്തികമായിട്ട് നിൽക്കുന്നവരുടെ പേഴ്സണൽ അഡ്വൈസേഴ്സായിട്ടൊക്കെ ഈ യഹൂദർ മാറി. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഈ യഹൂദരോട് അസൂയയും തോന്നിത്തുടങ്ങി. നല്ല സമയങ്ങളിൽ അവരെ ഒരു പരുവത്തിലൊക്കെ അങ്ങ് സഹിച്ചുപോയി. പക്ഷേ മോശമായിട്ടുള്ള സമയങ്ങൾ, പ്രതിസന്ധിയൊക്കെ വന്നപ്പോൾ യഹൂദരുടെ മേലാണ് കുറ്റം ആരോപിക്കപ്പെട്ടത്. അവരെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തിയത് യഹൂദരാണ് സമ്പത്തൊക്കെ സ്വരൂപിച്ചു വെക്കുന്നതെന്നും പിന്നെ എക്കോണമീസ്, സാമ്പത്തിക മേഖലയൊക്കെ നിയന്ത്രിക്കുന്നതെന്നും. നാസി ജർമ്മനി ഇതിനെ മറ്റൊരു എക്സ്ട്രീം ലെവലിലേക്കൂടെ കൊണ്ടുപോയി. യഹൂദരെ പോർട്രേ ചെയ്തത് ബാങ്കുകളെയും മീഡിയയെയൊക്കെ നിയന്ത്രിക്കുന്ന പാരസൈറ്റുകൾ എന്ന വിധത്തിലാണ്. അങ്ങനെയാണ് പിന്നീട് ഹോളോകോസ്റ്റ് നടക്കുന്നതും 6 മില്യൺ യഹൂദരെ അതിൽ കൊന്നൊടുക്കുന്നതും. 19-ാം നൂറ്റാണ്ടിൽ തന്നെ ആൻറ്റിസെമിറ്റിസം, അതായത് യഹൂദരോടുള്ള വെറുപ്പ് മതത്തിൽ നിന്ന് വർഗീയതയിലേക്ക് അങ്ങ് ഷിഫ്റ്റ് ചെയ്തു. ചില സ്യൂഡോ സയൻറ്റിഫിക് തിയറീസ്, ചില വ്യാജമായിട്ടുള്ള ചില തിയറീസൊക്കെ സ്പ്രെഡ് ചെയ്തു. അതായത് യഹൂദർ ബയോളജിക്കലി താഴോട്ടുള്ളവരാണെന്നും അവർ ഈ ലോകത്തിൽ ജീവിക്കുവാൻ അവർക്ക് അവകാശമില്ല എന്നൊക്കെയുള്ള ചിന്തകൾ സ്പ്രെഡ് ചെയ്തു. ആ ഒരു ചിന്താഗതിയാണ് നാസി റേഷ്യൽ ഐഡിയോളജി, ആ വർഗീയപരമായിട്ടുള്ള ചിന്താഗതിയിലേക്ക് നയിച്ചതും. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ ഹോളോകോസ്റ്റ് പെട്ടെന്നുണ്ടായതല്ല. നൂറ്റാണ്ടുകളായി യഹൂദരോടുള്ള വെറുപ്പ് അതിങ്ങനെ ഫ്യൂവൽ ചെയ്ത് വന്നതിൻ്റെ ഒരു എഫക്റ്റായിരുന്നു ഹോളോകോസ്റ്റ്. ആൻറ്റിസെമിറ്റിസം എന്ന് പറയുന്നൊരു കാര്യം തന്നെ വളരുന്നത് കോൺസ്പിറസി തിയറീസിൻ്റെ മേലെ. യഹൂദരെ പോർട്രേ ചെയ്തത് അവർ ചില ഗവൺമെൻറ് കൺട്രോളിംഗ് ഏജൻസികളെയൊക്കെ നിയന്ത്രിക്കുന്നത് യഹൂദരാണെന്നും ബാങ്കുകൾ, മീഡിയ, പിന്നെ ആഗോളതലത്തിൽ എന്ത് സംഭവങ്ങളുണ്ടെങ്കിലും അവയെല്ലാം നിയന്ത്രിക്കുന്നത് യഹൂദരാണെന്നുള്ള ഒരു തെറ്റായിട്ടുള്ള ഒരു കോൺസ്പിറസി തിയറി. പിന്നെ പ്രോട്ടോകോൾസ് ഓഫ് ദി എൽഡേഴ്സ് ഓഫ് സയൺ എന്ന് പറയുന്ന ഫാബ്രിക്കേഷൻസ്, അതിലൂടെ യഹൂദരാണ് ഈ ലോകത്തിലുള്ള യുദ്ധങ്ങൾക്കും സാമ്പത്തികമായിട്ടുള്ള തകർച്ചയ്ക്കും കാരണക്കാരെന്നുള്ള എല്ലാ രീതിയിലും ചിത്രീകരിക്കപ്പെട്ടു. ഇന്നത്തെ വേർഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അന്നത്തെ മിത്തുകളുടെയൊക്കെ ഒരു റീസൈക്കിൾഡ് വേർഷൻസാണ്. അതിപ്പോൾ ഹോളിവുഡ് ആണെങ്കിലും ഫിനാൻസ് ആണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും എല്ലായിടത്തും ഇപ്രകാരം റീസൈക്കിൾഡ് ആയിട്ടുള്ള വേർഷൻസ് നമുക്ക് കാണാം.
യഹൂദരുടെ സക്സസ്, അതായത് അവർ പോയ പല ഫീൽഡുകളിലും അവർ വിജയം കൈവരിച്ചു എന്നുള്ളത് സത്യമാണ്. അതിനുള്ള കാരണം യഹൂദർ വലിയ ഇമ്പോർട്ടൻസ്, വലിയ മുൻതൂക്കം കൊടുക്കുന്നുണ്ട് വിദ്യാഭ്യാസത്തിനും സാക്ഷരതയ്ക്കും, പിന്നെ പ്രൊഫഷണൽ അച്ചീവ്മെൻറ്റ്, ജോലി സംബന്ധിച്ച് വലിയ കാര്യങ്ങൾ കൈവരിക്കണമെന്നുള്ള ആ ഒരു മനോഭാവം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ പല യഹൂദരും അവരേതെല്ലാം ഫീൽഡുകളിലാണോ പോയത് അതിൽ വളരെ ഉന്നതമായിട്ടുള്ള ലെവലിൽ വരുവാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതും കൊണ്ട് അവരൊരു സീക്രട്ട് ഗ്ലോബൽ ഗ്രൂപ്പ്, ഒരു രഹസ്യമായിട്ടുള്ള ആഗോളതലത്തിലുള്ളൊരു ഗ്രൂപ്പാണെന്നും അവരാണ് സകലത്തെയും നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല, അത് തെറ്റാണ്. പിന്നെ മറ്റൊരു കുറ്റാരോപണം അവരുടെ മേലുള്ളത്, അതായത് യഹൂദരുടെ മേലുള്ളത് ഡുവൽ ലോയൽറ്റി, അതായത് അവർ പാർക്കുന്ന രാജ്യങ്ങളിലേക്കാട്ടിലും കൂടുതൽ താല്പര്യം അവർക്ക് സ്വന്തം രാജ്യമായ ഇസ്രായേലിനോടാണെന്ന്. ചരിത്രപരമായി നോക്കിയാൽ അനേക രാജ്യങ്ങൾ യഹൂദർക്ക് സിറ്റിസൺഷിപ്പ് കൊടുത്തിട്ടില്ല. അവരെ ഔട്ട്സൈഡേഴ്സ് എന്ന വിധത്തിലാണ് അവരെ കണ്ടത്. ആ ഒരു സംശയം ഇപ്പോഴും മാറിയിട്ടില്ല. പല യഹൂദർക്കും ഇസ്രായേലിനോട് സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷൻ ഉണ്ട്. കാരണം അത് അവരുടെ വ്യക്തിത്വവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. കാരണം എവിടെയെങ്കിലും പ്രശ്നമോ പ്രതിസന്ധിയോ വന്നാൽ അവർക്ക് തിരിച്ചോടി വരാൻ പറ്റുന്ന സ്ഥലം ഇസ്രായേലാണ്. അതിപ്പോൾ നമ്മുടെ നാട്ടിലും എല്ലാവരുടെയും മനസ്സിനകത്ത് അപ്രകാരമുള്ള ഒരു ചിന്തയല്ലേ, എന്തെങ്കിലും പ്രതിസന്ധി മറ്റു രാജ്യങ്ങളിലുണ്ടായാൽ നമുക്ക് നമ്മുടെ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരാം എന്ന ഒരു ചിന്ത. അതുപോലെ തന്നെ ഇസ്രായേലിനുമുണ്ട്. അമേരിക്ക പോലെയുള്ള പല രാജ്യങ്ങളിലുള്ള യഹൂദന്മാർ അവർ ഓപ്പണായിട്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുകയും ഇസ്രായേൽ നിലനിൽക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ തന്നെ ചെയ്യും. ഇപ്പോൾ യഹൂദ ചരിത്രം നമ്മൾ എടുത്താൽ അതിൽ പീഡയും പ്രവാസവും പിന്നെ ജനോസൈഡ്, അതായത് വംശഹത്യയും ഒക്കെയും നിറഞ്ഞതായതുകൊണ്ട് തന്നെ അപ്രകാരം ഒരു സപ്പോർട്ട് അവർ കൊടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും അതിശയമുണ്ടോ? പലരെ സംബന്ധിച്ചിടത്തോളം അത് സോളിഡാരിറ്റിയും സെൽഫ് പ്രിസർവേഷൻ, അതായത് സ്വയം നിലനിൽപ്പിൻ്റെ വിഷയവും, പിന്നെ ഇസ്രായേൽ സ്വസ്ഥമായി സുരക്ഷിതമായി ഇസ്രായേലിനെ തന്നെ ദേശത്ത് പാർക്കണം എന്ന ആ ചിന്തയുള്ളതുകൊണ്ടാണ് അവരങ്ങനെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. പക്ഷേ യഹൂദർ ആയതും കൊണ്ട് അവരെ ലക്ഷ്യം വെക്കുകയും അവരെ ഇല്ലായ്മ ചെയ്യണം എന്ന് പറഞ്ഞാൽ ക്രിറ്റിസിസം, അതായത് കുറ്റാരോപണം ക്രോസ് ചെയ്ത് ആൻറ്റിസെമിറ്റിസം, അതായത് യഹൂദരോടുള്ള വെറുപ്പും അവരെ ഇല്ലായ്മ ചെയ്യണം എന്ന ആ പൈശാചികമായിട്ടുള്ള ചിന്തയിലേക്ക് ക്രോസ് ചെയ്ത് കയറും. മാത്രമല്ല ബൈബിൾ സംബന്ധിച്ചുള്ളൊരു കാരണവും കൂടെ ഉണ്ട്. ഇസ്ലാമിസ്റ്റുകൾ എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ വെറുക്കുന്നതെന്ന്. അതിൻ്റെ വേര് ഇസഹാക്കും ഇസ്മയിലിൻ്റെയും നറേറ്റീവിലാണ്. മറ്റൊരു സന്ദേശത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഇസ്ലാമിക് തിയോളജി ബൈബിളിൻ്റെ ആ ഒരു മീനിങ്ങിനെ ട്വിസ്റ്റ് ചെയ്ത് മറ്റൊരു വേർഷനിൽ കൊണ്ട് എത്തിക്കുന്നതെന്ന്. അത് നിങ്ങൾക്ക് കാണുവാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്ന് ആൻറ്റിസെമിറ്റിസം പല പുതിയ ഫോമുകളിലാണ് നമ്മൾ കാണുന്നത്. വൈറ്റ് സുപ്രീമിസിസ്റ്റ് ഐഡിയോളജി, അതായത് വെള്ളക്കാരാണ് യഹൂദർ, അവരുടെയൊക്കെ ഒരു സുപ്രീമാണെന്നുള്ള ആറ്റിറ്റ്യൂഡും അപ്രകാരമുള്ള ചിന്താഗതി, പിന്നെ ഓൺലൈൻ സോഷ്യൽ മീഡിയയിലുമൊക്കെയുള്ള റാഡിക്കലൈസേഷൻ, അതായത് യഹൂദർക്കെതിരെയുള്ള പ്രചരണങ്ങൾ, പിന്നെ സ്കൂളുകളിലും കോളേജസിലും പിന്നെ ക്യാമ്പസുകളിലുമൊക്കെ അവരോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡും ആക്രമണങ്ങളൊക്കെ പ്രത്യേകിച്ച് വെസ്റ്റിലുമൊക്കെ നമ്മളത് കാണുന്നുണ്ട്. പിന്നെ യഹൂദ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, യഹൂദ സിനഗോഗ്സ്, ഇവയ്ക്കെതിരെയുള്ള ആക്രമണങ്ങൾ, അങ്ങനെ ആ ലിസ്റ്റ് മുന്നോട്ട് പോകും. ഇപ്പം ഒക്ടോബർ 7 2023 തൊട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പിനെക്കാട്ടിലും അപ്പുറത്ത് യഹൂദരോടുള്ള വെറുപ്പ് വർദ്ധിച്ചിട്ടുണ്ട്. എബ്രായ ഭാഷ സംസാരിക്കുന്നവരെ ഉപദ്രവിക്കുക, ഹോളോകോസ്റ്റ് മെമ്മോറിയൽ നശിപ്പിക്കുക, യഹൂദ ബിസിനസ്സുകളെ ആക്രമിക്കുക. അത് ഒരു പോളിസിയൊന്നുമല്ല, പക്ഷേ യഹൂദരായതുകൊണ്ട് അവരുടെ ഐഡൻറ്റിറ്റി നിമിത്തം യഹൂദരെ ആക്രമിക്കുക. ഇതൊക്കെ ഡിസഗ്രിമെൻ്റ്, അതായത് അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഇല്ല എന്നൊക്കെയുള്ളൊരു കാര്യമൊന്നും അല്ല ഇവിടെ നടക്കുന്നത്. ഇത് ഡീഹ്യൂമനൈസേഷനാണ്. യഹൂദരായതുകൊണ്ട് അവർ സർവൈവ് ചെയ്യരുത്, അല്ലെങ്കിൽ അവർ ഇല്ലായ്മയിലേക്ക് പോകണം എന്ന ഒരു ചിന്തയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആൻറ്റിസെമിറ്റിസം എന്ന് പറയുന്നത് അതൊരു യഹൂദ പ്രശ്നമല്ല, അതൊരു മാനുഷിക പ്രശ്നമാണ്. ചരിത്രം തന്നെ കാണിക്കുന്നത് എവിടെയെല്ലാമാണോ യഹൂദരെ പറ്റിയുള്ള കളവുകൾ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യപ്പെട്ടത് അവിടെ വയലൻസ് തൊട്ട് പുറകിൽ ഫോളോ ചെയ്തു. ആൻറ്റിസെമിറ്റിസം എന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ പിമ്പിലുള്ള യഥാർത്ഥ കാരണങ്ങളെ മനസ്സിലാക്കിയാൽ അതിൽ നിന്ന് തന്നെ നമുക്കതിനെ സ്റ്റോപ്പ് ചെയ്യുവാൻ സാധിക്കും. മിണ്ടാതിരുന്നാൽ ഈ ഒരു വെറുപ്പ് വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. പക്ഷെ സത്യം പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഈ വ്യാജങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്രകാരം കെയർഫുള്ളായിട്ടുള്ള ബൈബിൾ അധിഷ്ഠിതമായിട്ടുള്ള അനാലിസിസ് കണ്ടംപററി ഇവൻസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം അതാണ് ഈ ചാനലിലെ ഫോക്കസ്. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.